സാർ ഇപ്പോൾ ഫ്രാഞ്ചൈസിൻ്റെ കേസ് പറഞ്ഞു, അപ്പോൾ അതിൽ തന്നെ 2-3 മോഡൽസ് ഉണ്ടല്ലോ. കെൻ യു എക്സ്പ്ലെയിൻ ദം ആൻഡ് വിച്ച് മോഡൽ ആർ യു ഫോളോയിങ്? എല്ലാ ഓണ്ടർപ്രണേഴ്സും ഫ്രാഞ്ചൈസി തുടങ്ങി ഞങ്ങൾ ബിസിനസ് എക്സ്പാൻഷൻ ചെയ്യാൻ ഞാനും അങ്ങനെ ചിന്തിച്ച ആളാണ്. അപ്പം എല്ലാ ഫ്രാഞ്ചൈസി ഓൺഡ് ഫ്രാഞ്ചൈസി, അത് ഫോഫോ എന്നതിൻ്റെ പേര്, ആ മോഡലാണ് മിക്ക ആൾക്കാരും, ഞാനും സ്റ്റാർട്ടപ്പിൽ തുടക്കത്തിൽ നമ്മളിതൊക്കെ തുടങ്ങുക. ആ മോഡൽ എപ്പോഴും നമുക്ക് വലിയ ഹെഡേക്കാണ്. കാരണം വെച്ചാൽ ഈ റിസ്ക് എടുക്കാൻ, ബിസിനസ്സാണ് റിസ്ക് ആണല്ലോ, ഈ റിസ്ക് എടുക്കാൻ തയ്യാറായ ഒരു ഫ്രാഞ്ചൈസി ഓണർ റൺ ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ അവൻ ഒരുപാട് സ്വപ്നങ്ങളുണ്ട്. അവിടെ ഇപ്പോൾ ഒരു കസ്റ്റമർ വന്നിട്ട് പറയും ഈ ഒരു പ്രൊഡക്റ്റ് ചോദിച്ചു, അവൻ ഇറങ്ങിപ്പോയി. രണ്ടാമതും അതേ കസ്റ്റമർ ഒന്ന് ഇറങ്ങിപ്പോയി. മൂന്നാമതും വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരു കോൾ വരും നമുക്ക്. ആദ്യം നമ്മളെ മാനേജർക്കാവും, അവൻ അറ്റൻഡ് ചെയ്തില്ല, അവൻ ആ പ്രൊഡക്റ്റ് കൊടുത്തില്ല. ചിലപ്പോൾ നമ്മുടെ പോളിസിയിലേ ഇല്ലാത്ത പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞങ്ങളുടെ സ്റ്റോറിൽ ഒരിക്കലും ഞങ്ങൾ വെക്കാൻ പാടില്ലാത്ത പ്രൊഡക്റ്റാണ്. ഒരു കസ്റ്റമർ വന്ന് ചോദിച്ചു എന്നുള്ള കാരണം കൊണ്ട് അവനെന്ത് ചെയ്യും, നമ്മൾ 3 പ്രാവശ്യം കൊടുത്തില്ലെങ്കിൽ അവൻ ആ പതുക്കെ പ്രൊഡക്റ്റ് നമ്മളറിയാതെ ആഡ് ചെയ്യും. പിന്നെ നമ്മുടെ ജീവനക്കാരെ പോലീസിങ്ങാണ്, ഇവൻ അത് വെക്കുന്നുണ്ടോ, ഇത് വെക്കുന്നുണ്ടോ അന്വേഷിച്ചത്. അപ്പം ഫോഫോ മോഡൽ അത് ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്തു. ഞങ്ങൾ ഒരു 2023 മോഡൽ. പിന്നെ ഉള്ളത് കോക്കോ, കമ്പനി ഓൺ കമ്പനി ഓൺ. അപ്പോൾ ഞങ്ങൾ റിസ്ക് ഉള്ള സ്ഥലങ്ങളിൽ, പുതിയ മാർക്കറ്റിലെല്ലാം ഞങ്ങൾ ഓപ്പൺ ചെയ്യുക കമ്പനി ഓൺ. കാരണം വേറൊരു ഇൻവെസ്റ്ററെ ബുദ്ധിമുട്ടാൻ പാടില്ല, അവർ ടെൻഷൻ അടിക്കാൻ പാടില്ല. അപ്പം ഞങ്ങളൊരു 30-35-40% മോഡൽ കമ്പനി ഓൺ കമ്പനി ഓപ്പറേറ്റഡാണ്. പുതിയ മാർക്കറ്റിലെല്ലാം ഞങ്ങൾ കമ്പനി ഓൺ കമ്പനി ഓപ്പറേറ്റഡ് മോഡൽ ഇറക്കുക. അടുത്തതാണ് ഇപ്പോൾ ഞങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തൊരു മോഡലാണ് ഫീക്കോ. എല്ലാ ബിഗ് ബ്രാൻഡും ഉള്ള ഫ്രാഞ്ചൈസി ഇൻവെസ്റ്റഡ് കമ്പനി ഓപ്പറേറ്റഡ്. ഫ്രാഞ്ചൈസി ഓണർ ഇൻവെസ്റ്റർ ആയിരുന്നാൽ മതി, കമ്പനി അതിൻ്റെ എവറിത്തിങ്, അതിൻ്റെ റെൻറ്റ് കമ്പനി കൊടുക്കും, ഇലക്ട്രിസിറ്റി ബില്ല് കൊടുക്കും, സ്റ്റാഫിൻ്റെ സാലറി എല്ലാം നമ്മുടെ ബ്രാൻഡിലും പ്രൊഡക്റ്റിലും. അപ്പോൾ അതിൽ ആ മോഡലിൽ ശരിക്കും ഇൻവെസ്റ്റർ ഒരു സൈലൻ്റ് ആയിട്ട് നിൽക്കുന്ന